കാലം 1995. പതിവ് പോലെ ആ മഹാമനീഷി അത്തിക്കൂട് പള്ളിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അകവും പുറവും ഇലാഹി സ്മരണകളാൽ സമ്പന്നമായ ആ മഹാഗുരു തന്റെ ദീർഘവീക്ഷണത്തിൽ നെടിയനാട് കാരുകുളങ്ങരയിൽ ഒരു ചെറുവൃക്ഷത്തിന് വിത്തുപാകി ആത്മീയ കരസ്പർശം നൽകി അവിടുന്ന് ആ ചെറുവൃക്ഷത്തെ പരിപാലിച്ചു. അപ്പോഴും പരിഹാസത്തിൻ്റെയും അവഗണനയുടെയും നോട്ടമെഴുത് തളർത്താനും തകർക്കാനും പലരും തിടുക്കം കാട്ടി. കാലചക്രം ഒരുപാട് കറങ്ങി. 2015 സി ഉസ്താദ് മെമ്മോറിയൽ ദർസിന് ആരംഭം കുറിച്ചു. ഇന്നത് 130-ൽ പരം മുതഅല്ലിമുകൾക്ക് അറിവും അന്നവും നൽകി ആയിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തണൽ വിരിച്ച ഒരു വലിയ വൃക്ഷമായി മാറിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ പ്രക്ഷോഭിതമായ ഒരു അധ്യായമാണ് നെടിയനാട് ബദരിയ. നെടിയനാട് സി ഉസ്താദിന്റെ ആത്മീയോർജം കൈമുതലാക്കിയ ബദരിയ ഇന്ന് മുന്നേറ്റങ്ങളുടെ പടവുകൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. സി ഉസ്താദിന്റെ നാമധേയത്തിൽ ആരംഭിച്ച ദർസ് പരമ്പരാഗത പാഠ്യപദ്ധതികൾ നിലനിർത്തുമ്പോഴും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ഉന്നത ചുവടുവെപ്പുകൾ സാധ്യമാക്കുന്നു. സോഫ്റ്റ് സ്കിൽ, പ്രാക്ടിക്കൽ ഇസ്ലാം, ബഹുഭാഷാ പഠനം, മോറൽ ഗൈഡിംഗ് തുടങ്ങിയവ കോർത്തിണക്കി അതിനൂതനമായ കരിക്കുലമാണ് ആവിഷ്കരിച്ചത്. കൂടാതെ 1 മുതൽ +2 വരെയുള്ള ഹയർ സെക്കൻഡറി മദ്രസ, ലൈബ്രറി, ദഅ്വ സെൽ, റിലീഫ് സെൽ, സാന്ത്വന കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു. യുവത്വത്തിന്റെ തീക്ഷ്ണതയെ നന്മയിലേക്ക് വഴി നടത്തുന്ന യൂത്ത് സ്കൂൾ, ഗേൾസ് മോഡൽ അക്കാദമി ബദരിയയുടെ ശ്രദ്ധേയ പദ്ധതിയാണ്. നൂറുകണക്കിന് വിശ്വാസികൾക്ക് ആത്മീയോർജം പകരാനും വേദനകളും നൊമ്പരങ്ങളും ഇറക്കി വെക്കാനും ആത്മീയ സംഗമങ്ങൾ ബദരിയയിൽ സജീവമാണ്. സി മുഹമ്മദ് ഫൈസി പ്രസിഡന്റും ഡോക്ടർ ഫസൽ സഖാഫി ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ബദരിയക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാന മുദരിസും കൂടിയായ ഫസൽ സഖാഫി മതബിരുദത്തോടൊപ്പം സൈക്കോളജി, കെമിസ്ട്രി ഉന്നത ബിരുദങ്ങൾ നേടിയ അദ്ദേഹം PhD കൂടി കരസ്ഥമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് മാതൃകയായി മുന്നിൽ നടക്കുകയാണ്. നിലവിലെ സൗകര്യക്കുറവ് അസഹനീയമായ കാരണം അത്തിക്കോട് പഴയ പള്ളിക്ക് സമീപം 1/2 ഏക്കർ ഭൂമി വാങ്ങുകയും സൗകര്യപ്രദമായ നല്ലൊരു ബിൽഡിംഗ് എന്ന സ്വപ്ന പദ്ധതി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 നിലകളിലായി 20,000-ഓളം സ്ക്വയർ ഫീറ്റിൽ മികച്ച സംവിധാനങ്ങളോടുകൂടിയാണ് പുതിയ ബിൽഡിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറിയും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ശുദ്ധജല പദ്ധതിയും വേസ്റ്റ് ട്രീറ്റ്മെന്റും അടക്കം നിരവധി കാര്യങ്ങൾ ഉടൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബദരിയയുടെ ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ സ്നേഹജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.